നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിസസ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ്, അതിന്റെ മെട്രിക്സിന്റെ ഡെഫിനിഷൻ എന്താണെന്നും ടൈപ്സ് ഓഫ് മെട്രിസസും പഠിച്ചു. അതുപോലെ മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് മെട്രിസസ് എപ്പോഴാണ് തുല്യമാകുന്നത്. ദാറ്റ് ഈസ് ഇക്വാലിറ്റി ഓഫ് ടു മെട്രിസസ്. രണ്ട് മെട്രിസസ് തുല്യമാണെങ്കിലുള്ള കണ്ടീഷൻസ്. രണ്ട് മെട്രിസസ് തുല്യമാവണമെങ്കിൽ അവയുടെ ഓർഡേഴ്സ് സെയിം ആയിരിക്കണം. മാത്രമല്ല അവയുടെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. ഓക്കെ, എന്താണ് ഇക്വാലിറ്റി ഓഫ് ടു മെട്രിസസ്? രണ്ട് മെട്രിസസ് തുല്യമാവാൻ ആദ്യമായി അവയുടെ ഓർഡറുകൾ തുല്യമായിരിക്കണം. രണ്ട് മെട്രിസസിന്റെ ഓർഡറുകൾ സെയിം ആയിരിക്കണം. അതേപോലെ അവയുടെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് തുല്യമായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ടു മെട്രിസസ് ആർ ഈക്വൽ only when their orders are same and their corresponding elements are equal. For example, matrix A is equal to 2 minus 1 3 4 and B is equal to x y z u. These two matrices are equal then their orders are same. ഇവിടെ രണ്ടിന്റെയും ഓർഡർ 2/2 ആണ്. അപ്പൊ നമ്മൾ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാം. ഇനി ഇത് തുല്യമാണെങ്കിൽ കറസ്പോണ്ടിങ് എലിമെന്റ്സ്, അതായത് ഈ ഒന്നാമത്തെ പൊസിഷനിൽ A11 പൊസിഷനിൽ കിടക്കുന്നതും ഇവിടുത്തെ അതേ പൊസിഷനിൽ കിടക്കുന്ന എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. x is equal to 2. അതേപോലെ -1 is equal to y or y is equal to -1. 3 is equal to z or z is equal to 3. 4 is equal to u or u is equal to 4. ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മെട്രിസസ് ഈക്വൽ ആയിരിക്കും. That is, two matrices are equal only when their orders are same and their corresponding elements are equal. Okay, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Find the values of A, B, C and D. Find the values of A, B, C and D. From the equation, matrix A minus B, 2A plus C, 2A minus B, 3C plus D is equal to -1 matrix -1 5 0 30. ഈ രണ്ട് മെട്രിസസ് ഈക്വൽ ആണെന്ന് വന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഈ അൺനോൺസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. A, B, C, D. നമുക്കറിയാം ഈ രണ്ട് മെട്രിക്സിന്റെ ഓർഡേഴ്സ് സെയിം ആണ്. എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കും. That means A minus B is equal to -1. 2A plus C is equal to 5. 2A minus B is equal to 0. 3C plus D is equal to 30. ഇനി നമുക്ക് ഈ 4 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ 4 സോൾവ് ചെയ്ത് അൺനോൺസിന്റെ വാല്യൂകളാണ്. നോക്കാം. നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും എടുക്കാം. A minus B is equal to -1. 2A minus B is equal to 0. തേർഡിൽ നിന്നും ഫസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്താൽ -b നമുക്ക് ഒഴിവാക്കാം, എലിമിനേറ്റ് ചെയ്യാം. അതാണ് ഞാൻ അത് രണ്ടും എടുത്തത് ആദ്യം. ഇങ്ങനെയാണെങ്കിൽ 2A minus A എന്ന് കിട്ടും.
അതായത് a is equal to this minus this 0 minus 1 minus minus 1, that is a is equal to 1. ഇനി ആ എയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുന്നു. a ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്താൽ 1 minus b is equal to minus 1. b റൈറ്റ് സൈഡിൽ പോയി b is equal to 1 plus 1 2. b യുടെ വാല്യൂ 2 എന്ന് കിട്ടി. 2a plus c is equal to 5. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും a യുടെ വാല്യൂ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ c is equal to 5 minus 2a. 5 minus 2a, that is 2 into 1, 2. c is equal to 3. അതേപോലെ d, c യുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് d ഫോർത്ത് ഇക്വേഷൻ കൊടുത്താൽ d കിട്ടും 3 into 3, 3c. 9 plus d is equal to 13. d is equal to 13 minus 9 is equal to 4. So a, b, c, d 4 values കിട്ടി. a is equal to 1, b is equal to 2, c is equal to 3 and d is equal to 4. Okay. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ആണ്. ബേസിക് മാത്തമാറ്റിക്സിലെ ഓപ്പറേഷൻസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇവിടെ രണ്ട് മെട്രിക്സിന്റെ അഡീഷൻ, അല്ലെങ്കിൽ രണ്ട് മെട്രിക്സസ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം, കൂട്ടാം, ഇവിടെ സങ്കലനം. രണ്ട് മെട്രിക്സസ് എപ്പോഴാണ് ആഡ് ചെയ്യാൻ കഴിയുന്നത്? രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്യണമെങ്കിൽ അവയുടെ ഓർഡറുകൾ സെയിം ആയിരിക്കണം. അതായത് രണ്ട് മെട്രിക്സസ് അഡീഷൻ പോസിബിൾ ആവണമെങ്കിൽ, അതായത് ഒരു 3/2 മെട്രിക്സിന്റെ കൂടെ ആഡ് ചെയ്യാൻ കഴിയുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/2 തന്നെ ആയിരിക്കണം. രണ്ട് മെട്രിക്സസ് ഓർഡേഴ്സ് സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. a is equal to matrix 3 2 minus 1 4. b is equal to 0 minus 2 1 minus 1. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും ഓർഡേഴ്സ് സെയിം ആണ്. രണ്ടിന്റെയും ഓർഡർ 2 ആണ്, 2/2 ആണ്. 2/2 സ്ക്വയർ മെട്രിക്സ് ആണ്. എങ്കിൽ രണ്ട് ഓർഡർ സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്യാം. നമുക്ക് a പ്ലസ് b എന്താണെന്ന് നോക്കാം. a പ്ലസ് b that is equal to കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ 3 plus 0. Then second element 2 plus minus 2. Minus 1 plus 1. Then 4 plus minus 1. ഇവിടെ നമ്മൾ എന്താ ചെയ്തു? ഒരേ സ്ഥാനത്ത് കിടക്കുന്ന എലിമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യും. കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്യും. എന്ത് കിട്ടും നോക്കാം. മെട്രിക്സ് 3 plus 0 3, 2 plus minus 2 0, minus 1 plus 1 0, 4 plus minus 5 minus 1. That is a plus b. വീണ്ടും ഒരു 2/2 മെട്രിക്സ് തന്നെ കിട്ടി. ഒരു 2/2 മെട്രിക്സ് രണ്ടെണ്ണം ആഡ് ചെയ്താൽ കിട്ടുന്ന ഒരു 2/2 മെട്രിക്സ് തന്നെയായിരിക്കും. ആഡ് ചെയ്യാൻ എന്ത് ചെയ്തു? അതിന്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്തു. അതായത് രണ്ട് 3/2 മെട്രിക്സസ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു 3/2 മെട്രിക്സ് തന്നെയായിരിക്കും. ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിന്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സുകൾ തമ്മിൽ കൂട്ടണം. ഓക്കെ, നമുക്കിതിനെ കുറിച്ച് അഡീഷനെ കുറിച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നേരത്തെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് നമ്പേഴ്സിന്റെ അഡീഷനിലെ പ്രോപ്പർട്ടീസ്. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? നമ്പേഴ്സിന്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദാറ്റ് മീൻസ്
A plus B is equal to B plus A ആണ്. A plus B യും B plus A യും ഈക്വൽ ആയിരിക്കും. അതേപോലെ A plus B is equal to B plus A. അതേപോലെ ഇത് അസോസിയേറ്റീവ് ആണ്. A plus B plus C is equal to A plus B plus C. Then numbers addition ഒരു ഐഡന്റിറ്റി ഉണ്ട്. That is 0 is the additive identity. That is A plus 0 is equal to A is equal to 0 plus. അതേപോലെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. സങ്കലന വിപരീതം എന്ന് പറയും. എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് എ. ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത് 0 ആയിരിക്കും. അഡിറ്റീവ് ഐഡന്റിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് എ പ്ലസ്. ഇതെല്ലാം സംഖ്യകളുടെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, രണ്ടാമത്തെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, മൂന്നാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, നാലാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഈ 4 പ്രോപ്പർട്ടീസും സംഖ്യകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മെട്രിക്സിൽ ഇതുപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. മെട്രിക്സ് അഡീഷൻ ആദ്യം കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡീഷൻ പോസിബിൾ ആവണമെങ്കിൽ അതിന്റെ ഓർഡേഴ്സ് സെയിം ആയിരിക്കണം. എയും ബിയും സെയിം ഓർഡേഴ്സ് ഉള്ള 2 മെട്രിക്സ് ആണ് എങ്കിൽ എ പ്ലസ് ബി പോസിബിൾ ആണ്. എ പ്ലസ് ബി നമുക്ക് കണ്ടുപിടിക്കാം. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. Then second one, associative property. A plus B plus C is equal to A plus B plus. That is, matrix addition is associative. Third one, existence of additive identity. ഇവിടെ നമുക്കറിയാം സീറോ മെട്രിക്സ് ഏതൊരു മെട്രിക്സിന്റെയും കൂടി സീറോ മെട്രിക്സ് ആഡ് ചെയ്താൽ അതേ മെട്രിക്സ് തന്നെ കിട്ടും. എ പ്ലസ് 0 is equal to A, that is equal to 0 matrix plus. That is the existence of identity, additive identity. Existence of identity. 0 is the additive identity. 0 matrix or null matrix. Here 0 is the null matrix or 0 matrix is the additive identity. And additive inverse. A plus minus A. Minus A is the additive inverse of the matrix A. It is A plus minus A is equal to null matrix. That is equal to minus A plus A. That is a property, the existence of additive inverse. That is minus A is the additive inverse. അതായത് A എന്നുള്ള മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കാണാൻ ആ മെട്രിക്സിലെ എലിമെന്റ്സിനെല്ലാം മൈനസ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, if A is equal to 3, 2, minus 1, 4, 0, 7, then additive inverse of the same, that is minus A. Minus A is equal to minus 3, minus 2, minus of minus 1, plus 1, minus 4, 0 യുടെ additive inverse 0 തന്നെയാണ്. 7 minus, that is minus 3. ഈ 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് നൾ മെട്രിക്സ് ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയാണ് 2 മെട്രിക്സിന്റെ അഡീഷൻ. ഓക്കെ, താങ്ക് യു.